സാറ് മേഖലയിൽ വന്നിട്ട് എത്ര വർഷമായി? 60 വർഷം. മെയ് ഫസ്റ്റ് വരുമ്പോൾ 60 വർഷമാണ്. 60 വർഷം. ഓക്കെ. കലാഫീൽഡിൽ. ഓക്കെ ഓക്കെ. ആദ്യം നാടകത്തിൽ നിന്ന് തുടങ്ങി, നാടകത്തിൽ 52 വന്നു. ശരി. ഓക്കെ. ആദ്യമായിട്ട് ചെയ്ത സിനിമ ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് സിനിമ പെട്ടിക്കകത്താണ്, പുറത്ത് വന്നിട്ടില്ല. ഓക്കെ. കാവ്യാമാധവൻ മിനിസ്കർട്ട് ഇട്ട് അഭിനയിച്ച പടമാണ് ആദ്യത്തെ പടം. ശരി. അപ്പം അതിനിഞ്ഞ് ആ പടം തീർന്നിട്ടില്ല. ആ പടം ഇനിയിപ്പോൾ എടുക്കാൻ നോക്കില്ല. കാവ്യാമാധവൻ മിനിസ്കർട്ട് ഇടാൻ നോക്കില്ല. ഇപ്പൊ ലാസ്റ്റിൽ ചെയ്ത ഏറ്റവും ഫേമസ് ആയിട്ട് പിന്നെ ഇപ്പം ചെയ്ത് കഴിഞ്ഞത് കുഞ്ഞിരാമായണം, അമീർ അക്ബർ ആൻ്റണി. പിന്നെ ലാസ്റ്റ് ചെയ്ത് പിന്നെ ഇറങ്ങാനുണ്ട് 6-7 പടം ഇറങ്ങാനുണ്ട്. അപ്പം അതിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് കിങ് ലെയർ, സിദ്ദിഖ് ലാൽ. അതിൽ ഈ ഇത്രയും വർഷത്തെ അഭിനയ ജീവിതത്തിനിടയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ ഏതാണ്? ഇഷ്ടപ്പെട്ട എനിക്ക് ഞാൻ ചെയ്യുന്നതല്ല എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട പ്രത്യേകിച്ച് ആദ്യത്തെ കൺമണി, അനിയമ്പാവ, ചേട്ടമ്പാവ, കഥാനായകൻ, ദില്ലിവാല രാജകുമാരൻ, അതിലൊക്കെ മേജർ റോളുകളായിരുന്നു. അപ്പം നേരത്തെ അക്കോവായി പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വതസിദ്ധമായൊരു ചിരിയുണ്ട്, ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ചിരിയൊന്ന് വെറുതെ ചിരിക്കണം. എങ്ങനെ അതെല്ലാവർക്കും അറിയാവുന്ന ചിരിയല്ലേ. നാടകത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത്. അതെ അതെ. 40 വർഷം നാടകം കളിച്ചു. അത് കേരളത്തിലെ പ്രമുഖ തിയേറ്റേഴ്സ് കളിയിൽ പിന്നെ ഗീത, മാളവിക, കൊല്ലം ട്യൂണ്, ആറ്റിങ്ങൽ പത്മശ്രീ, അങ്ങനെ പല ട്രൂപ്പുകളുണ്ടായിരുന്നു. നാടക രംഗത്ത് ഇപ്പോൾ എന്തെങ്കിലും അങ്ങനെ താല്പര്യങ്ങളുണ്ടോ? വയ്യ, അഭിനയിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഓർമ്മ വയ്യ. 8 മണി വരെ കഷ്ടിപ്പോവാ. പിന്നെ എല്ലാം അന്നൊക്കെ നാടകം കാണാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ആളില്ല. നാടകം മരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അത് പ്രധാനമായിട്ട് ഈ ഇപ്പോൾ പലതും കാണാത്ത സംഭവങ്ങളെ ടി വിയിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ പല രാജ്യങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും അത് ആസ്വദിക്കാനും, പിന്നെ അതുപോലെ ചാനലുകൾ ഈ പിന്നെ മിമിക്രി, പിന്നെ കോമഡി ഷോ, പല സാധനങ്ങൾ കണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിൽ സീരിയലും ഒക്കെ കണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്ത ഈ എന്താ പറയുക, ഈ പൈങ്കിളി കഥ പോലെ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ മനോരമയും മംഗളമൊക്കെ കാത്തിരുന്ന പോലെ ചെറുകഥ, ആ കഥ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം അതല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേറിട്ട് ഒരു പടം കാണാനോ അല്ലെങ്കിൽ ഒരു നാടകം കാണാനോ ആ കാര്യം ആർക്ക് തയ്യാറില്ല. അതാണ് ഏറ്റവും വലിയ തകരാറ്. പിന്നെ ഒരു 8-9 മണിക്കെങ്കിലും തീർന്ന് കിട്ടണം. മറ്റത് ഞാൻ 3 നാടകം വരെ ഒരു സ്റ്റേജ് കളിച്ചു. ഒരേ സ്റ്റേജിലല്ല, ഒരു ദിവസം 3 നാടകം വരെ കളിച്ച ദിവസം. ഇന്ന് പറ്റില്ല. ഇന്ന് പറ്റില്ല എന്ന് വെച്ചാൽ കാണാൻ ആളുണ്ടാവില്ല. 8-9 മണിയായി കഴിഞ്ഞാൽ അമ്പലമൊക്കെ കാലിയാവും. ശരിക്കും ഇപ്പം സാറിന് എത്ര വയസ്സ്? 82. അതാണ് ഞാൻ 60, 22, 82. ഈ രംഗത്ത് ഇപ്പോൾ ഏകദേശം 60 എത്രാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് അഭിനയിക്കുന്നത്? 22ാമത്തെ വയസ്സ്. 60 വർഷത്തോളമായി ശരിക്കും. 60 വർഷം. മെയ് ഫസ്റ്റ് വരുമ്പോൾ 60. ആദ്യത്തെ നാടകം മെയ് ഫസ്റ്റിലായിരുന്നു. ശരി. അത് 22ാമത്തെ വയസ്സിലാണ്. അപ്പോൾ മെയ് വരുമ്പോൾ 60 വർഷം തികയും കലാഫീൽഡിൽ. ഇനി പുതിയ കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടോ? പുതിയത് ഇപ്പോൾ 2-3 വിളിച്ചിട്ടുണ്ട്. മറ്റേ അത് തിരുവനന്തപുരമാണ്. 20, 25, 28 കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെന്നിട്ടില്ല. അവർ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴും സജീവമായിട്ട് തന്നെയുണ്ട്. നമ്മുടെ പുതുതലമുറയോട് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? അതുപോലെ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യും. അതുപോലെ മലിനപ്പെടുത്താതെ നല്ല സതുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ജോലി. അതുപോലെ പ്രൊഡ്യൂസർക്ക് 10 പൈസയെങ്കിലും ലാഭം ഉണ്ടാക്കണം, നഷ്ടപ്പെടുത്തരുത്. ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാവരുത്. ആ ചെയ്യുന്ന ജോലി സത്യസന്ധമായും കൃത്യമായിട്ടും സ്ഥലത്തെത്തിയിരിക്കണം. അങ്ങനെ ഒരാൾ വൈകിയാൽ 5 പേരുള്ള ചേട്ടാണെങ്കിൽ ആ ഒരാളുടെ അഭാവം കൊണ്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകാൻ പണിയാണ്. ഇതുപോലെ ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ടെക്നീഷ്യൻസ് എല്ലാവരും ഉണ്ട്. പ്രൊഡ്യൂസറെ കിട്ടാമെന്ന് വെച്ചാൽ പക്ഷേ
സിനിമയ്ക്ക് സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസർക്ക് ഒരു വിലയും കൽപ്പിക്കാറില്ല സാധാരണ. മറ്റേ ഒരു ഫാക്ടറിയിലോ അതും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാൾ വരുമ്പോൾ ആചരിക്കും ബഹുമാനിക്കൊക്കെ ഇത് അതുപോലെ ഉണ്ടാവില്ല. സിനിമ അതാണ് സിനിമ. അപ്പോൾ അതല്ല, നമ്മൾക്ക് പൈസ നമുക്ക് ഭക്ഷണം തരുന്ന ആളാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ജീവിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നഷ്ടം വരാതിരിക്കണമെങ്കിൽ വീണ്ടും വീണ്ടും എടുക്കാനുള്ള ഇത് തോന്നണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു മനസ്സോടുകൂടി പ്രയത്നിച്ചെങ്കിൽ മാത്രമേ അത് നന്നാവൂ. അത് വീഴ്ച വരാതെ ശ്രദ്ധിക്കുന്നത് നന്നില്ല.